അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ് ലിസാനുൽ ഖുർആൻ അൽ വഹദത്തുസ്സാനിയ രണ്ടാം യൂണിറ്റിലെ അദ്ദർസുൽ ഖാമിസ് അഞ്ചാമത്തെ പാഠമാണ് തുടങ്ങുന്നത്. ദാലിക ബുർത്തുഖാലുൻ. ഈ പാഠത്തിൽ ദാലിക, തിൽക എന്നീ രണ്ട് വാക്കുകൾ പഠിക്കാൻ വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആദ്യം നമ്മൾ ഹാദ ഹാദിഹി എന്നുള്ളത് പഠിച്ചിരുന്നു. ഹാദ ഇത്, ഹാദിഹി ഇത്. രണ്ടും ഇത് എന്നർത്ഥമാണെങ്കിലും ഒന്ന് സ്ത്രീലിംഗത്തിനും ഒന്ന് പുല്ലിംഗത്തിനും ഉപയോഗിക്കുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് എന്നതിന് പകരം അത് എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ദാലിക്കയും തിൽക്കയും ഉപയോഗിക്കുന്നത്. ആ പുല്ലിംഗമാണെങ്കിൽ ദാലിക എന്നും സ്ത്രീലിംഗമാണെങ്കിൽ തിൽക്ക എന്നും ഉപയോഗിക്കും. അത് ഉദാഹരണം, അത് മദ്രസയാണ്, തിൽക്ക മദ്രസത്തുൻ. മദ്രസത്തുൻ എന്നത് ഒരു സ്ത്രീലിംഗ വാക്ക് ആയതുകൊണ്ട് അവസാനത്തിൽ ഹാത്ത കണ്ടല്ലോ, അങ്ങനെ ആവുന്നത് കൊണ്ട് തിൽക്ക എന്നാണ് ഉപയോഗിച്ചത്, അത് എന്ന അർത്ഥത്തിന്. ഇനി അത് ഒരു കുട്ടിയാണ് എന്ന് പറയാൻ വേണ്ടി ദാലിക വലതുൻ. അവിടെ വലത് പുല്ലിംഗമാണ്, അതുകൊണ്ട് ദാലിക ഉപയോഗിച്ചു. അതുപോലെ തന്നെ തിൽക്ക ഷജറത്തുൻ, ദാലിക ബാബുൻ. ഇങ്ങനെ അത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദാലിക്കയും തിൽക്കയും ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കാം. പാഠത്തിൽ നൽകിയത് ദാലിക ബുർത്തുഖാലുൻ. ബുർത്തുഖാല് ഓറഞ്ച് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ദാലിക അത് ബുർത്തുഖാലുൻ, അത് ബുർത്തുഖാലാണ്. അത് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്. അവിടെ പ്രത്യേകം പെൺകുട്ടിയെ കൊടുക്കാൻ കാരണം പറയുന്നത് ആര് എന്നുള്ളതല്ല ഇവരുടെ പ്രാധാന്യം, എന്താണ് അല്ല എന്തിനെയാണ് പറയുന്നത് എന്നതാണ്. പറയുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീലിംഗം പുല്ലിംഗം എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഉദാഹരണത്തിൽ തന്നെ ഒരു പെൺകുട്ടി പറയുന്ന ചിത്രം കൊടുത്തത്. ഒരു പെൺകുട്ടിയാണ് പറയുന്നതെങ്കിലും അത് എന്ന് ഒരു പുല്ലിംഗമായ വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ദാലിക്കയാണ് ഉപയോഗിക്കേണ്ടത്. ദാലിക ബുർത്തുഖാലുൻ. ഇനി അടുത്ത തുഫാഹത്തുൻ എന്നത് ഒരു സ്ത്രീലിംഗ വാക്കാണ്, മുഅന്നസാണ്. അവിടെ അത് എന്നതിന് തിൽക്ക എന്നാണ് കൊടുത്തത്. ഇവിടെ നോക്കൂ, അത് പറയുന്നത് ഒരു ആൺകുട്ടിയാണ് എങ്കിലും തിൽക്ക എന്നാ പറഞ്ഞത്. കാരണം എന്താണോ പറയുന്നത് തുഫാഹത്ത് എന്നുള്ള വാക്കാണ്, ആ വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ട് തിൽക്ക തുഫാഹത്തുൻ. ദാലിക ബുർത്തുഖാലുൻ, അത് ബുർത്തുഖാലാണ്. തിൽക്ക തുഫാഹത്തുൻ, അത് തുഫാഹത്താണ്, ആപ്പിളാണ്. അടുത്തത് ദാലിക ബാമിയ. ഇവിടെ ആൺകുട്ടിയാണ് പറയുന്നത്. അപ്പോൾ പറയുന്നവർ മാറുന്നത് കൊണ്ട് ഈ ദാലിക്കയും തിൽക്കയും മാറും എന്ന് ആരും മനസ്സിലാക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ വ്യത്യസ്തമായ ഒന്ന് പെൺകുട്ടി പറയുന്നതും ഒന്ന് ആൺകുട്ടി പറയുന്നതൊക്കെ നൽകിയത്. ദാലിക ബാമിയ. ഈ ബാമിയ എന്നുള്ള വാക്ക് പുല്ലിംഗമായതുകൊണ്ട് മുദക്കർ എന്നാണ് അതിന് അറബിയിൽ പറയാം. മുദക്കർ ആയതുകൊണ്ട് അത് ബാമിയയാണ്, വെണ്ടയാണ്. ബിത്തീഹത്തുൻ ഉണ്ടോ, ബിത്തീഹത്തുൻ അവസാനത്തിൽ ഹാത്താ കണ്ടാൽ തന്നെ സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാക്കാം. തിൽക്ക ബിത്തീഹത്തുൻ, അത് തണ്ണിമത്തനാണ്. അപ്പോൾ അത് എന്നതിന് ദാലിക്കയും തിൽക്കയും ഉപയോഗിക്കുന്നു. സ്ത്രീലിംഗം പുല്ലിംഗം എന്നതിൻ്റെ വ്യത്യസ്തമായ വാക്കുകളാണ്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നുജീബു കമാഫിൽ മിസാലി. നുജീബു നമുക്ക് ഉത്തരം നൽകാം, കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളത് പോലെ. അപ്പോൾ ഉദാഹരണം നൽകിയിട്ടുണ്ടല്ലോ, എന്താണത്? മാ ദാലിക, അത് എന്താണ്? മാ എന്നത് എന്ത് എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചു. മാഹാദ മാഹാദിഹി എന്നൊക്കെ ചോദിച്ചിരുന്നല്ലോ. ഇവിടെ ദാലിക, മാ ദാലിക, അത് എന്താണ്? അപ്പം മാ എന്താണ്, ദാലിക അത്. അതെന്താണ്? ഒരു പൂവൻകോഴിയാണ് അല്ലേ? പൂവൻകോഴിക്ക് ദീക്കുൻ എന്നാ പറയാം. അപ്പം ദീക്കുന്ന് മാത്രം ഉത്തരം പറയാൻ പാടില്ല. ദാലിക ദീക്കുൻ, അത് പൂവൻ കോഴിയാണ്, അത് ദീക്കാണ്. ഇനിയൊരു പിടക്കോഴിയുണ്ട്, മാ തിൽക്ക, അത് എന്താണ്? പിടക്കോഴിക്ക് എന്താണ് നമ്മൾ പഠിച്ചത്? ദജാജത്തുൻ. അതെ, അപ്പം എങ്ങനെ പറയും ഉത്തരം? തിൽക്ക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. ഇനിയൊരു ആൺകുട്ടിയുണ്ട് അല്ലേ, ബാസിം എന്ന് നമ്മൾ ആ കുട്ടിക്ക് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ ചോദ്യമാണ് മൻ ദാലിക, മൻ ആര്. ആ വാക്കു നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, മൻ ആര്. മൻ ദാലിക, അത് ആരാണ്? നമുക്ക് രണ്ട് ഉത്തരം ഇവിടെ കൊടുക്കാം. ദാലിക വലതുൻ, അതൊരു ആൺകുട്ടിയാണ് എന്ന് പറയാം.
അല്ലെങ്കിൽ ദാലിക ബാസിമുൻ, പേര് കൊടുക്കുമ്പോൾ ബാസിം, ദാലിക ബാസിം, അത് ബാസിമാണ്. അടുത്തത് മൻ തിൽക്ക, അത് ആരാണ്, ഒരു പെൺകുട്ടിയാണല്ലോ അല്ലേ. അപ്പോൾ തിൽക്ക ലുബനത്തുൻ, ലുബനയാണ്. മുമ്പ് പഠിച്ച പേരുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മൻ എന്നാണ് ആര് എന്നതിന് ചോദിക്കുക, മ എന്നാണ് എന്ത് എന്നതിന് ചോദിക്കുക. അപ്പോൾ ഹാദൻ്റെ അവിടെ വരുമ്പോൾ മാ ഹാദ, അത് എന്താണ്, മാ ഹാദിഹി, അത് എന്താണ്, സോറി ഇത് എന്താണ്, മാ ഹാദ ഇത് എന്താണ്, മാ ഹാദിഹി ഇത് എന്താണ്. ദാലിക്ക, മാ ദാലിക്ക, അത് എന്താണ്, മാ തിൽക്ക, അത് എന്താണ്. അപ്പോൾ ഹാദ ഇത് എന്നാണ്, ദാലിക്ക അത് എന്നാണ്, ഹാദിഹി ഇത് എന്നാണ്, തിൽക്ക അത് എന്നാണ്. സ്ത്രീലിംഗം പുല്ലിംഗം വ്യത്യാസമാണ്. മൻ ആവുമ്പോൾ ആര്, മൻ ഹാദ ഇത് ആരാണ്, മൻ ഹാദിഹി ഇത് ആരാണ്, മൻ ദാലിക്ക അത് ആരാണ്, മൻ തിൽക്ക അത് ആരാണ്. വ്യത്യാസം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നസ്അലു കമാഫിൽ മിസാലി എന്നാണ്. നമുക്ക് ചോദ്യം ഉണ്ടാക്കാം എന്നാണ്. ഉദാഹരണത്തിലുള്ളതുപോലെ ചോദ്യം ഉണ്ടാക്കാം. ആദ്യം ഒരു പെൺകുട്ടിക്ക് നേരെയാണ് ചൂണ്ടിയിട്ടുള്ളത്. അപ്പോൾ മൻ തിൽക്ക, അത് ആരാണ്, പെൺകുട്ടി അതുകൊണ്ട് തിൽക്ക പറഞ്ഞു. ഇനി ആൺകുട്ടിക്ക് നേരെയാണ് അടുത്ത് ചൂണ്ടിയിട്ടുള്ളത്. ഇവിടെ ഉത്തരമല്ല എഴുതേണ്ടത്, ചോദ്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ചോദ്യം എഴുതേണ്ടത്, അത് ആരാണ് തന്നെയാണ്. അപ്പോൾ ആര് എന്നുള്ളതിന് മൻ കൊടുക്കാം, ഫസ്റ്റ് മൻ. ഇനി അത് എന്നതിന് തിൽക്കയാണോ ദാലിക്കയാണോ ഇവിടെ വേണ്ടത്, ആൺകുട്ടിയെയാണ് ചോദിക്കുന്നത് അല്ലേ, ആൺകുട്ടിയെ കുറിച്ചാണ്. അപ്പോൾ ദാലിക്ക, മൻ ദാലിക്ക. ഇനി അടുത്തും ചോദ്യം ഉണ്ടാക്കാനാണ്, ഉത്തരം എഴുതാനല്ല, ചോദ്യം ഉണ്ടാക്കാനാണ്. അപ്പോൾ ബാമിയൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്, ഇത് എന്താണ്. അപ്പോൾ എന്തിന് മാ പറയും, ബാമിയ എന്നത് ഒരു പുല്ലിംഗ വാക്ക് ആയതുകൊണ്ട്, മുദക്കർ ആയതുകൊണ്ട് ദാലിക്ക, മാ ദാലിക്ക എന്ന് ചോദ്യം എഴുതാം. അടുത്തതോ, അതെ മാ തിൽക്ക, കാരണം തിൽക്ക ബിത്തിയഹത്തു എന്നാണ് നമ്മൾ പഠിച്ചത്, മാ തിൽക്ക. അപ്പം അങ്ങനെ ചോദ്യം ഉണ്ടാക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഖുർആനിലൊക്കെ കാണുന്ന ദാലിക്ക ഫദ്ലുല്ലാഹ്, ദാലിക്ക ഫദ്ലുല്ലാഹ്, വമാ തിൽക്ക ബിയമീനിക്ക എന്നത് ഖുർആനിലെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് 2 ഉദാഹരണം നൽകി. ഇത്രയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്.